Hey guys, this is Charlie Bob. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി 7 മണിക്ക് ഒരു ലൈവ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കുറേ റിവ്യൂസ് കിട്ടിയായിരുന്നു. ഇന്നലത്തെ നിങ്ങളുടെ മാത്സ് എക്സാമിനെ പറ്റിയിട്ടുള്ളത് കുറേ പല ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് റിവ്യൂസ് തന്നിരുന്നു. അപ്പോൾ അത് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റിവ്യൂസ്, നിങ്ങളുടെ എക്സാമിനെ പറ്റിയിട്ട് സ്റ്റുഡൻസ് പറയുന്നത് എന്തൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വ്ലോഗിൽ പറയാം. കുറേ പേരൻസും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എക്സാംസ് പിള്ളേർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്ലോഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോട്ട് കഴിഞ്ഞ വീഡിയോസിലെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ആ ഒരു ചാറ്റ് ബോർഡിൽ ഇതാ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ അവരിതാ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫോർമുലാസ്, സർക്യൂട്ട് ഡയഗ്രാംസ്, ഗ്രാഫ്സ് എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇനി എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഫെച്ച് ചെയ്തോ. നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് PDF രൂപത്തിൽ എടുക്കാവുന്നതാണ്. കോളേജ് ദിവസത്തിന്റെ ഈ ഒരു വാട്സ്ആപ്പ് AI ചാറ്റ് ബോട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ചാറ്റ് ബോർഡിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ ഇന്നലത്തെ എക്സാമിന്റെ കാര്യത്തിലോട്ട് വരുവായിരുന്നെങ്കിൽ, ഇന്നലെ മാത്സ് എക്സാം ആയിരുന്നു. അപ്പം പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റിവ്യൂസ് എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പ് എക്കാര് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എക്സാം മോഡറേറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യമൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു, ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗ്രൂപ്പ് എയിലുള്ള സ്റ്റുഡൻസിന്റെ റിവ്യൂ പറഞ്ഞത്. പിന്നെ ഏറ്റവും പാടായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്ക് ഒട്ടും ഇപ്പൊ അത്യാവശ്യം കുറച്ച് പാടായിരുന്നു, അതായത് നമ്മൾ തോക്കും, ഇപ്പൊ 2 മാർക്ക് ഒരു 3 മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ തോക്കും, അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ബിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പ് ബിയിലെ സ്റ്റുഡൻസ് ടഫ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് അവർ ഫേസ് ചെയ്ത ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ലെങ്തി ആയിരുന്നു എന്ന് അറിഞ്ഞു. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ലെങ്തി ആയിരുന്നു. അപ്പം മെയിൻ ആയിട്ട് സ്റ്റുഡൻസിന് പറ്റിയ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ കുറെ സമയം അവർ സ്പെൻഡ് ചെയ്തു. അപ്പൊ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആലോചിച്ച് സ്പെൻഡ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ലോങ് ആൻസർ, അതായത് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോഴേക്കും അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്കിപ്പ് അല്ല ഉണ്ടായിട്ടുള്ളത്, ഇപ്പൊ ടൈം മാനേജ്മെന്റ് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ ടൈം എല്ലാവരും പ്രോപ്പർ ആയിട്ട് എങ്ങനെ എഴുതാൻ നോക്കണം. ഇപ്പൊ 3 മാർക്ക് ഒന്നും ഒത്തിരി ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്. 3 മാർക്കിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഏകദേശം എത്ര മാർക്ക് നമുക്ക് പോകുമെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെ ഒരു വാച്ച് എല്ലാവരും എക്സാം ഹാളിൽ കൈ കരുതുക. നമുക്ക് തന്നെ മനസ്സിലാണോ, ചിലർ വാച്ച് ഇല്ലാണ്ട് കയറിയിട്ട് ലാസ്റ്റ് നിമിഷം കടന്ന് മോഡ്യൂൾസുകൾ വരെ സ്കിപ്പ് ആക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ലെങ്തി ആയതുകൊണ്ട് കുറെ പേർക്ക് ടൈം തികഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യന്റെ കാര്യം, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം എഴുതാൻ ലെങ്തി ആയിരുന്നു എന്നായിരുന്നു റിവ്യൂ പറഞ്ഞത്. ഇപ്പൊ 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ അധികം ടൈം ഇതുപോലെ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ആക്കിയാലോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സ്കിപ്പ് ആക്കുമെങ്കിൽ നമുക്ക് തന്നെ അറിയാം ആ ഒരു 9 മാർക്സ് ഫുൾ ആയിട്ട് അവിടെ അങ്ങ് പോവുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു സ്റ്റെപ്സ് കുറെ എഴുതി ഫൈനൽ ആൻസർ ആണ് തെറ്റിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും. ഇപ്പൊ ഒരു ഫൈനൽ ആൻസറിനൊക്കെ 1.5 അല്ലെങ്കിൽ 2 മാർക്ക് അങ്ങനെയൊക്കെയാണ് പോകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ 3 മാർക്കിന്റെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് എഴുതുവാണെങ്കിൽ അത്യാവശ്യം മാർക്ക് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി, ഇപ്പൊ നിങ്ങൾ മാർക്ക് ഇട്ട് വന്നിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഒക്കെ മതിയെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അവരൊന്ന് കുറച്ചിട്ട് തരാൻ വേണ്ടിയിട്ട് നോക്കും മാർക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് എന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോ എന്തായാലും മാത്സ് എക്സാമിനെ പറ്റിയിട്ട് ആലോചിച്ച് ആരും ടെൻഷൻ അടിച്ചിരിക്കണ്ട. നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് കെമിസ്ട്രി ഓർ ഫിസിക്സ് ആണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നല്ലോണം പഠിക്കാൻ നോക്കുക. ഇപ്പൊ കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ എനിക്ക് കെമിസ്ട്രി എക്സാം ഞാൻ അത്യാവശ്യം എഴുതിയപ്പോൾ എനിക്ക് അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ കെമിസ്ട്രി എക്സാമിന് എനിക്ക് നല്ല ഗ്രേഡ് കുറവായിരുന്നു. അപ്പം ആ ഒരു കെമിസ്ട്രി എക്സാം നിങ്ങൾ കോൺഫിഡൻസിൽ ഇരിക്കല്ലേ, അത്യാവശ്യം എല്ലാം നല്ലോണം തന്നെ പഠിച്ചിട്ട് പോവാ. ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ല. കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് എളുപ്പമുള്ള സാധനങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാവാണ്ടിരുന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഇനിയും കെമിസ്ട്രി ഫിസിക്സിന്റെ യൂട്യൂബ് ചാനലിലെ നോട്ട്സ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞിരുന്നു. ഇപ്പൊ കെമിസ്ട്രിന്റെ ഫിസിക്സിന്റെ യൂട്യൂബ് ചാനൽ വേണ്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാനത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് എടുത്തിട്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നേരത്തെ പറഞ്ഞ ചാറ്റ് ബോട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അത് എൻറോൾ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.